കലാരവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശശികല ശശികുമാർ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു വീട്ടമ്മ എന്നാൽ ഓരോ സമയവും നമുക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യണം, അതേപോലെ വീട്ടിലുള്ള ഓരോ സാധനങ്ങളും വേസ്റ്റാക്കി കളയാതെ അതിനെയെല്ലാം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന ഒരു കാര്യത്തിലേക്ക് കടക്കുന്ന ഒരു മാതൃക വ്യക്തിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അത് എൻ്റെ സ്വന്തം പ്രീത ചേച്ചി. ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം പ്രീത ചേച്ചി. നമസ്കാരം ശശികല. ഞാനിവിടെ പ്രീത ചേച്ചിയുടെ ഈ വർക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് എല്ലാവരും ഒന്ന് അറിയണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടമ്മമാരും ജോലി ഇല്ല എന്നുള്ള ഒരു ഇതാണല്ലോ വീട്ടമ്മ എന്ന് പറയുമ്പോൾ. പക്ഷെ വീട്ടമ്മ എന്ന് പറഞ്ഞാൽ ജോലി ഇല്ലാത്ത ആളല്ല എന്ന് പ്രീത ചേച്ചി എനിക്ക് കാണിച്ചു തന്നു. ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. ഓരോ സാധനങ്ങളിലും അതുപോലെ ഓരോ സ്ഥലങ്ങളിലും ചേച്ചിയുടെ ക്രിയേറ്റിവിറ്റി ഞാൻ അവിടെ കണ്ടു. നമ്മൾ വന്ന് കേറുമ്പോ തന്നെ എനിക്ക് ആ സ്വിച്ച് ബോർഡിന്റെ അവിടെ ആദ്യത്തെ ക്രിയേറ്റിവിറ്റി ഞാൻ കണ്ടു. നല്ല ഭംഗിയായിട്ട് ചേച്ചി അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോൾ ഓരോരോ ഭാഗങ്ങളും ഒതുക്കി വെച്ചിരിക്കുന്നതും അവിടെ വാങ്ങിച്ചു വെച്ചതാണെങ്കിലും ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണെങ്കിലും ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാണുന്ന വേണം. അപ്പൊ ചേച്ചിയുടെ ഓരോരോ കാര്യങ്ങളും എങ്ങനെയാണ് തുടക്കം? ശരിക്ക് ചേച്ചി ആദ്യം മുതൽ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതാണോ അതോ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കൊന്നും മനസ്സിലാവണം. കാരണം ഇതുപോലെ ഒരുപാട് വീട്ടമ്മമാര് വീടുകളിൽ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. വെറുതെ രാവിലെ എണീക്കണു, കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണു, അത് കഴിഞ്ഞ് ഹസ്ബൻഡിനെ ജോലിക്ക് വിട്ടു കഴിഞ്ഞാൽ വീട്ടിൽ അടിച്ചുവരി തുടക്കുക, തുണി തരും. ഈ ഒരു കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചേച്ചി എന്നെ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരും. താങ്ക് യു ശശികല. ഞാൻ ഈ കലാരവം എന്നുള്ള ശശികലയുടെ ഈ ചാനലിലേക്ക് എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ശശികല പറഞ്ഞത് വളരെ സത്യമാണ്. കുറേ സ്ത്രീകൾ എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ, മെജോറിറ്റി അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കുറേ സാധ്യതകൾ നമുക്ക് വന്നു വെച്ചാലും പിന്നെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമൊന്നുമില്ല. അതങ്ങനെ ആയി വന്നു. എൻ്റെ ഉള്ളിലത്തെ ഇഷ്ടങ്ങൾ അങ്ങനെ ഡെവലപ്പായി വന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതിനെനിക്കൊരു സാധ്യത കിട്ടി എന്നുള്ളത് എനിക്കൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ കുട്ടിക്കാലത്തെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോട് വലിയ ആഗ്രഹം തന്നെയായിരുന്നു. അതായത് കല എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ് കേട്ടോ. അങ്ങനത്തെ ഒരു കല എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാനൊരു സാധാരണ ഒരു കുട്ടിയായിട്ട് തന്നെയാണ് വളർന്നത്. അങ്ങനെ ഒരു കല ഉള്ള ഒരു കുടുംബത്തിലോ അങ്ങനെയൊന്നും വളർന്ന ആളല്ല. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് അത് ഉണ്ടായിരുന്നു തോന്നുന്നു. അത് കാരണം അമ്മ ഈ ബാഗ് ഉണ്ടാക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്ത് എനിക്കത് ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ അതിൻ്റെ സാധ്യതകൾ കുറവായിരുന്നു. ഒഴുക്കിനനുസരിച്ചിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു ജീവിതമല്ലേ നമ്മളുടെ പ്രായത്തിലുള്ളത്. എല്ലാവരും പഠിക്കാൻ പോകണു. ആ പഠിത്തത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ. ഇതിനൊക്കെ പോയി കഴിഞ്ഞു വെച്ചാൽ അതിൻ്റെ മാർക്ക് കുറയുമെന്നൊക്കെയുള്ള. അപ്പോൾ അതിലധികം കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. അതേപോലെ തന്നെയാണ് സ്കൂളിൽ കുട്ടികൾ നല്ല വരയ്ക്കുന്ന കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഒക്കെ നല്ല സന്തോഷമാണ്. എനിക്കും ഇതുമാതിരിയൊക്കെ വരയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളതൊക്കെ തോന്നലൊക്കെ ഉണ്ടാവുമായിരുന്നു. വെച്ചാലും പറ്റില്ല എന്നുള്ളതും ഓൾറെഡി കുറച്ച് കഴിഞ്ഞു എൻ്റെ മനസ്സിൽ. ഞാനൊരു കലാകാരിയല്ല എന്നുള്ളത്. പാട്ട് പഠിച്ചിരുന്നു കുറച്ച് കാലം. പക്ഷേ ഈ തൊണ്ടയ്ക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം അതൊക്കെ നിർത്തേണ്ടി വന്നു. ഡാൻസും ഇഷ്ടമായിരുന്നു. ഈ കലാപരമായിട്ടുള്ള എല്ലാത്തിലും ഇഷ്ടമായിരുന്നു. പക്ഷേ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് അപ്പോഴീ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ കൂടെ കൊട്ട ഉണ്ടാക്കൽ, ക്രാഫ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി സ്വാതന്ത്ര്യം നമുക്ക് ഇവിടെ അല്ലായിരുന്നു. ഞങ്ങൾ ഗുജറാത്തിലേക്കാണ് കല്യാണം കഴിഞ്ഞ് പോയത്. അപ്പോൾ ഇടയ്ക്ക് നാട്ടിൽ വന്ന സമയത്ത് എൻ്റെ നെയ്ബറായിട്ടുണ്ടായിരുന്ന ഒരു ചേച്ചി ഒരു ഗണപതിയുടെ ഒരു ഇത് എംബോസ് ചെയ്ത ഒരു ചെറിയൊരു സാധനം കണ്ടു. അവർ നന്നായിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി. അപ്പോൾ രജനി ചേച്ചിയോട് ഞാൻ ചോദിച്ചു, എനിക്ക് അതൊന്ന് പറഞ്ഞുതരുമോ ചോദിച്ചു. പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാമല്ലോ എന്ന് എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ സൂറത്തിൽ പോയതിന് ശേഷം ബറോഡയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി ഞങ്ങൾ സൂറത്തിലെത്തി. ആ ഷീറ്റ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഞാൻ അതിലൊന്ന് എംബോസ് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എംബോസ് ചെയ്ത് നോക്കി. ഒരു ഗണപതി എനിക്ക് ഒരു കലണ്ടർ കിട്ടി. ആ കലണ്ടറിൽ നിന്ന് എംബോസ് ചെയ്ത് നോക്കി. അപ്പോൾ നന്നായിട്ട് അത് വർക്കാവുന്നുണ്ട്, കുഴപ്പമില്ല വിചാരിച്ചിട്ട് ഞാനത് ചെയ്തു. പിന്നെ അത് കുറേ കാലം 96 കേട്ടോ. അത് കുറേ കാലം ഞാനതിങ്ങനെ സൂക്ഷിച്ചു വെച്ചു, ആർക്കും കാണിച്ചു കൊടുത്തിരുന്നില്ല.
അപ്പോൾ ഒരു മഹാരാഷ്ട്രീയൻ ഫാമിലി ഉണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ. അവർ വന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ അവിടെ ഇങ്ങനെ തടയണ നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഗണപതി. മഹാരാഷ്ട്രീയൻസിന് തന്നെ ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിശേഷമാണല്ലോ. അവരത് കണ്ടുപിടിക്കണം, എന്താ പ്രീത അതിങ്ങനെ ഇവിടെ വെച്ചിരിക്കണ, അതിനെ ഫ്രെയിം ചെയ്ത് വെക്കുമോ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് തോന്നി ശരിയാ കുഴപ്പമില്ല കാണിക്കാമെന്ന് എന്താണെന്ന് പറഞ്ഞിട്ട് ഷോപ്പിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഷോപ്പിൽ ഫ്രെയിം ചെയ്യണ ആളും എനിക്ക് ഭയങ്കര ഒരു അപ്രീസിയേഷൻ തന്നു. കുറേ ആൾക്കാർ കൊണ്ടുവരാറുണ്ട്, പക്ഷെ അതുമാതിരിയൊന്നുമല്ല, നല്ല ലൈവാണ് അത്, മാഡം നീ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഞാനത് ചെയ്തു. പിന്നെ വീണ്ടും വിട്ടു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ രണ്ടാമത്തെ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് അവൻ്റെ ശ്രീരാമിൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സൂററ്റിലായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബറോഡയ്ക്ക് വീണ്ടും ട്രാൻസ്ഫർ ആയി. അവിടെ ചെന്ന് ഇവനെ സ്കൂളിൽ ചേർത്തു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ വന്നു, ഒരു റൈം ബുക്ക് പ്ലേ സ്കൂളിൽ. ആ റൈം ബുക്ക് നമുക്ക് തന്നിട്ട് പറഞ്ഞു, ഈ റൈം ബുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ പെയിൻറ് ചെയ്ത് ക്രയോൺസ് ഉപയോഗിച്ചിട്ട്, അങ്ങനെ വലിയൊരു കാര്യങ്ങളൊന്നുമല്ല, ക്രയോൺസ് ഉപയോഗിച്ച് കുട്ടികളല്ല അമ്മമാർ അതിനെ കളർ ചെയ്ത് തിരിച്ചു കൊടുക്കണം, ഇതൊരു കോമ്പറ്റീഷനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് പെയിൻറ് ചെയ്തു, എന്നെക്കൊണ്ട് പറ്റാവുന്ന. അപ്പം ഞാനാണെന്ന് ഒരു ചെറിയൊരു പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയാം, അത് കാരണം ഉള്ള ടെൻഷനൊക്കെ എടുക്കണതാണ്. പക്ഷേ അത് ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം അത് ചെയ്തു കൊടുത്തു. പക്ഷെ അന്നെന്തോ കുറച്ച് ലേറ്റായിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ. മോൻ പോയിണ്ടായിരുന്നില്ല, പനിയൊക്കെ ആയിട്ട് റിക്ഷക്കാരൻ്റെ അടുത്ത് കൊടുത്തയച്ചിരുന്നു. പക്ഷെ അയാൾ കൊടുക്കാൻ എന്തോ ഒത്തിരി ലേറ്റായി. ഞങ്ങൾ പോയിരുന്നു അവിടെ. അപ്പോൾ എല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സമ്മാനമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു സ്വാഭാവികം, എന്നെക്കാട്ടിലും നന്നായി വരയ്ക്കുന്ന ആൾക്കാർ എത്രയോ ഉണ്ട്, അങ്ങനെ വിചാരിച്ചു. പിന്നെ ഒരു ദിവസം എനിക്ക് സ്കൂളിൽ നിന്നൊരു കോൾ വരികയാണ് ടീച്ചറിൻ്റെ. അങ്ങനെ മാഡം തന്നെ എന്തായാലും ഇപ്പം തന്നെ വന്നിട്ട് പ്രിൻസിപ്പളിനെ കാണണം. ഞാൻ എന്താണോ വിചാരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പ്രിൻസിപ്പൾ ഈ ടീച്ചറിനെ ഇട്ടിട്ട് ഇങ്ങനെ ചീത്ത പറയുകയാണ്, എന്തുകൊണ്ട് ഈ പുസ്തകം ടൈമിന് നിങ്ങൾ സബ്മിറ്റ് ചെയ്തില്ല, നിങ്ങൾ എത്തിച്ചിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കത് വലിയ ഇഷ്ടമായി. ഞാൻ ചെയ്ത വർക്ക് അവർക്ക് വലിയ ഇഷ്ടമായി. എന്നിട്ട് ഒരു സ്പെഷ്യൽ ഓൾറെഡി അവർ അനൗൺസ് ചെയ്ത കാരണം എനിക്ക് സമ്മാനം തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊരു സ്പെഷ്യൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കത് ഞങ്ങൾ തരുന്നുണ്ട്, അപ്പം എന്തായാലും ആ ഡേ നിങ്ങൾ വരണം പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു കാര്യം, അന്നത്തെ ആ ഫംഗ്ഷനിൽ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഞങ്ങൾ ഇറക്കാൻ പോകുന്ന എല്ലാ പുസ്തകങ്ങളും ഈ ഒരു പാറ്റേണിലായിരിക്കും, ഞാൻ വരച്ച പടത്തോട് കൂടിയിട്ടായിരിക്കും എന്നവർ അന്ന് അവിടെ പറഞ്ഞിരുന്നു. പിന്നെ എന്താ ഉണ്ടായെന്ന് അറിയില്ല. ഞങ്ങൾക്ക് വീണ്ടും ട്രാൻസ്ഫർ ആയിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു. അയാൾക്ക് ആ ഒരു കൊല്ലം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടല്ലേ ഞങ്ങളപ്പോഴേക്കും കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഞങ്ങൾ. അപ്പം അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു തുടക്കം. പിന്നെ മൂത്ത ആൾക്ക് അയാൾ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അപ്പം അയാളും കേന്ദ്രീയ വിദ്യാലയത്തിലാണ് അയാൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ആക്ടിവിറ്റീസ് നല്ലോണം ഉണ്ട്. കേന്ദ്രീയ വിദ്യാലയത്തിൽ ചാർട്ട് വരയ്ക്കൽ, എല്ലാ മതസ്ഥരും എല്ലാ പ്രദേശത്തുള്ള ആൾക്കാരും എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും അവരുണ്ടാവും. അതായത് രാജ്യം മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തുള്ള പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ അവർ എല്ലാ ഫെസ്റ്റിവൽസും അവർ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഓരോ ഫെസ്റ്റിവൽ വരുമ്പോഴും അത് ചാർട്ട് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ചാർട്ട് ഉണ്ടാക്കി കൊടുക്കണം. ഒരു ചാർട്ട് പറഞ്ഞപ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുത്തിരുന്നു. അത് കണ്ടിട്ടാണോ എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. പിന്നെ ഒരു രാത്രി 7 മണി ആയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ദിവസത്തിൻ്റെ തലേ ദിവസം എനിക്ക് ഡയറക്റ്റ് ഫോൺ വരും ടീച്ചറുടെ. പറഞ്ഞു, മാഡം ഒന്ന് എനിക്ക് ഇതിൻ്റെ ചാർട്ട് വരച്ച് തരണേ, മോൻ്റെ കെയർ ഓഫിൽ, പക്ഷേ അവനെ കൊണ്ട് വരപ്പിക്കണ്ട, മാഡം വരച്ചു തന്നാൽ മതി പറയും. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എല്ലാം, ഇൻഡിപെൻഡൻസ് ഡേ, പിന്നെ പഞ്ചാബീസിൻ്റെ ന്യൂ ഇയർ, നമ്മളുടെ ന്യൂ ഇയർ, ഓണം, അങ്ങനെ ഓരോ ഗുജറാത്തീസിൻ്റെ ന്യൂ ഇയർ, അങ്ങനെ അവർ കുറേ ഫെസ്റ്റിവൽസ് ഉണ്ടല്ലോ, ദീപാവലി, ഓരോന്നിൻ്റെ സമയത്തും ഞാൻ ചാർട്ട് വരച്ചു കൊടുക്കാറുണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് എനിക്ക് മനസ്സിലായത്, അവർ ഡിസ്പ്ലേ ബോർഡിൽ അവരിട്ടിട്ട് അവർക്ക് ഓരോ ഹൗസിനും അതിന് സമ്മാനമുണ്ട്. അങ്ങനെ ഈ രഘുവിൻ്റെ ഹൗസിന് സമ്മാനം കിട്ടി. ഇത് മുഴുവനും അവരവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്നു. ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ശരിയാണ്, എനിക്ക് വരയ്ക്കാൻ അറിയാം. അങ്ങനെ എനിക്ക് എൻ്റെ താല്പര്യം കൂടി വന്നു. അങ്ങനെയാണ് എനിക്ക് വരയ്ക്കാൻ അറിയുമെന്ന് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞ ചില സമയങ്ങളാണ് അത്. കൂടുതൽ ഈ ഒരു കാര്യങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാൻ തുടങ്ങിയത് ഏത് സമയത്താണ്? അത് നാട്ടിലേക്ക് ബറോഡയിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയല്ലോ, കേരളത്തിലെത്തിയിട്ട് ഞങ്ങൾ തൃപ്പൂണിത്തുറയാണ് ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത്. എറണാകുളത്തല്ല, തൃപ്പൂണിത്തുറ താമസിച്ചിരുന്നത്. തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഒരു വളരെയധികം കലയെ സ്നേഹിക്കുന്ന ആൾക്കാരും ഒരുപാട് കലാപരമായിട്ട് ഉയർന്ന ചിന്താഗതിയുള്ള ആൾക്കാരും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് തൃപ്പൂണിത്തുറ.
അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ അടുത്തൊരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ അമ്പലത്തിൽ ഡെയിലി ഞാൻ പോവായിരുന്നു, പൂർണ്ണത്രയീശൻ്റെ അമ്പലത്തിൽ. അപ്പോൾ അതിൻ്റെ അടുത്ത്, അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ചിത്രാലയ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഞാൻ ഇന്നും കാണും. ഒരു ബോർഡ് കാണും. പക്ഷെ എനിക്ക് അവിടെ ആൾക്കാരൊന്നും പരിചയമില്ല. അപ്പോൾ എന്നും അത് കൂടെ നടന്നു പോകുമ്പോൾ ഈ ചിത്രാലയ ബോർഡ് കാണുമ്പോൾ കുറേ പടങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കാണാം. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹം, എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കണതെന്നൊന്ന് അറിയണം എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ രണ്ടും കൽപ്പിച്ച് എൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ മാഷെ കണ്ടു. ഒരു മാഷ അവിടെ ഇരിക്കുന്നുണ്ട്, പ്രായമായിട്ടൊരു മനുഷ്യനവിടെ ഇരിക്കുന്നുണ്ട്. ആളെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു കലാകാരൻ തന്നെ, ഒട്ടും ഒരു ഇതില്ലാത്ത ഒരു ചക്രപാണി മാഷാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് വരയ്ക്കണമെന്ന്. അങ്ങൊരു കുറച്ച് മ്യൂറൽ വരയ്ക്കും. മ്യൂറൽ എന്ന് പറഞ്ഞാൽ അങ്ങൊരു ഇതുമാതിരി വളരെ വേറിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ യാഥാസ്ഥികമായിട്ടുള്ള ആ വരകളിൽ കൂടി മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ളതിൽ നിന്ന് വിട്ട് വേറിട്ട് നിങ്ങൾ വരയ്ക്കണം, എന്ത് വേണമെങ്കിലും വരയ്ക്കാം, അതിനെ ആരും നിങ്ങളെ ശല്യം ചെയ്യില്ല എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു വ്യക്തിയാണത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അപ്പോൾ എന്നാൽ ക്ലാസ്സിൽ ചേർന്ന് പിന്നെ എനിക്ക് മനസ്സിലായത് അതൊരു ഫൈൻ ആർട്സ് സ്കൂളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് അതിൽ ചേരാൻ പറഞ്ഞു, ആ കോഴ്സിന് ചേരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ ഇനിയിപ്പോൾ ഞാൻ ഈ കുഞ്ഞു കുട്ടികളാണ് അവിടെ വന്ന് ഈ കോഴ്സിന് ഇരിക്കണത്. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സിലും ഞാൻ നന്നായി വരയ്ക്കുന്ന കുട്ടികൾ, എനിക്കിപ്പോൾ അങ്ങനെ ക്രിയേറ്റീവായിട്ട് വരയ്ക്കാനൊന്നും അറിയൂല എന്ന്. ചക്രപാണി മാഷ് പറഞ്ഞു എൻ്റെ അടുത്ത് ക്ലാസ്സിൽ ചേരാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്കത് പഠിക്കണം, എങ്ങനെയെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയണം. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ബ്രഷ് തൊട്ടിട്ടില്ല, എനിക്ക് ബ്രഷ് പെയിൻറ് എന്നുള്ളതൊന്നും അറിയില്ല എന്താണെന്നുള്ളതും. മാഷ് പറഞ്ഞു വാട്ടർ കളറിൻ്റെ ഒരു സെറ്റ് കുട്ടികളുടെ മാതിരി അത് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അതും മേടിച്ചു, പുസ്തകമൊക്കെ മേടിച്ച് ഞാൻ ചെന്നു കുട്ടികളുടെ മാതിരി. അവിടെ ചെന്ന് മാഷ് എന്തൊക്കെയോ വരയ്ക്കാൻ പറഞ്ഞു, എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല. പക്ഷേ മാഷ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ ഒരു നമുക്കൊരു ഗൈഡ് ചെയ്യാന്നല്ലാണ്ട് ഇന്നത് വരയ്ക്കൂ, ഒരു പൂവ് വരയ്ക്കൂ അങ്ങനെയൊന്നും പറയില്ല. എന്തെങ്കിലും ഒരു സംഗതി പറയും, നിങ്ങൾ വരയ്ക്കൂ, അത്രയേ ഉള്ളൂ. ഒരു മുഖം വരയ്ക്കൂ, അതെല്ലാം വെച്ചാൽ അങ്ങനെ ചെറിയ കാര്യങ്ങൾ. എന്ത് പറയണേ, ഒരു കൊല്ലം ഞാൻ അവിടെ പഠിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്താണ് പെയിൻറ്, എന്താണ് ബ്രഷ് എങ്ങനെ ഉപയോഗിക്കണം, പെയിൻറ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ചെറിയൊരു ധാരണ എനിക്ക് അത് കൂടെ കിട്ടി. പിന്നെ എന്നെക്കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരപ്പിച്ച് ഏറ്റവും വലിയൊരു ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ വലിയ കലാകാരൻ ആർട്ടിസ്റ്റുകളൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അവരുടെയൊക്കെ പടം എക്സിബിഷൻ വെക്കണതിൻ്റെ ഇടയിൽ എൻ്റെ ഈ കുഞ്ഞു 1-2 പടങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ അദ്ദേഹം തന്നു. എന്താ പടം എന്നൊന്നും അതിൽ പ്രസക്തി ഇല്ല അതിന്. പക്ഷെ അവരുടെ കൂടെ എൻ്റെ പടങ്ങൾ വെക്കാനുള്ള 1-2 പടങ്ങൾ എന്നെ ഒരു ലേഡിയും കൂടി ഉണ്ടായിരുന്നു അവിടെ പഠിക്കാൻ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരെ പടങ്ങളും വെക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വരച്ചോളൂ എന്ന് പറഞ്ഞിട്ട്, അത് എനിക്കൊരു വിഷമമുണ്ടായിരുന്നു വെക്കാനൊക്കെ. പക്ഷെ എല്ലാവരും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക്, അല്ലാണ്ട് വലിയ പടങ്ങളെന്നുള്ളതല്ല. അങ്ങനെയാണ് ഞാൻ എനിക്കും വരയ്ക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ തൃശ്ശൂർ വന്നപ്പോൾ ഒരു 4 കൊല്ലം താമസിച്ചു. അപ്പോൾ വീണ്ടും അത് മുഴുവനും നിന്നുപോയി. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് കോഴിക്കോട്ടേക്കാണ് ട്രാൻസ്ഫർ. കോഴിക്കോട് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ തികച്ചും ഒറ്റപ്പെട്ടു. മോനും ജോലിയായി, ഇവിടെ പഠിക്കൽ ഇവിടെയായിരുന്നു. പിന്നെ അവൻ ജോലിയായി പോയി. ചെറിയ ആൾ 10ാം ക്ലാസ് 11ാം ക്ലാസ് ആ ഒരു ടൈമാണ്. രുദ്രേട്ടൻ രാവിലെ ജോലിക്ക് പോകും. അപ്പം ഞാൻ ബന്ധുക്കളൊന്നും അടുത്തില്ല. പക്ഷെ നല്ലൊരു സർക്കിളായിരുന്നു. അത് വെച്ചാൽ ഞാൻ വളരെയധികം ഒറ്റപ്പെട്ടു. അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു തോന്നലാണ് കുറച്ചും കൂടി വരച്ചു തുടങ്ങിയാലോ എന്നുള്ളത്. പിന്നെ ഞാനിങ്ങനെ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ ആയിട്ട് ചെറിയ പടങ്ങളൊക്കെ വരച്ചു കൊടുക്കുമ്പോൾ അവിടെയുള്ള ഫ്രണ്ട്സിനോട് പറയും നന്നായി വരയ്ക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് തോന്നി ശരിയാ, എന്തെങ്കിലും ഇത് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന്. പെട്ടെന്നൊരു ദിവസമാണ് ഞാനത് തീരുമാനിച്ചത്. കുറച്ച് ഞാൻ വരയ്ക്കാൻ പോവാം. എന്താണ് എക്സിബിഷനോ എങ്ങനെ എക്സിബിഷൻ വെക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ആരോ എന്നെ തോന്നിപ്പിച്ച മാതിരി ഞാൻ വിചാരിച്ചു ഞാനൊരു എക്സിബിഷൻ വെക്കാൻ പോവാണ്. നടക്കുകയെന്ന് വെച്ചാൽ നടക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ആദ്യത്തെ എക്സിബിഷൻ വെക്കുന്നത് ഒരു ഗണപതി, തുടക്കം അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാം ഞാൻ ഗണപതിയെ വരയ്ക്കുള്ളൂ. അങ്ങനെ ഒരു എക്സിബിഷനുള്ള ഒരു തുടക്കം ഞാൻ ഇട്ടു. അതിൽ ആദ്യമായിട്ടൊരു ഗണപതിയെ വരച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഇങ്ങനെ ഗണപതി എങ്ങനെ വരച്ച് കഴിഞ്ഞാൽ വെച്ചാൽ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി അതിലില്ല. പലരും ഗണപതിയെ വരയ്ക്കുന്നുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ വരച്ച് പോകാന്ന് വെച്ചാൽ അത് എക്സിബിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി അല്ല അതിൽ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട്
എൻ്റെ കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഗണപതികളെ ഉണ്ടാക്കാൻ തുടങ്ങി. അതിൽ ചായപ്പൊടി ഉണ്ടായിരുന്നു, കാപ്പിപ്പൊടി ഉണ്ടായിരുന്നു, റവ ഉണ്ടായിരുന്നു, മുത്തുകൾ ഉണ്ടായിരുന്നു, തുണികൾ ഉണ്ടായിരുന്നു, നമ്മളുടെ ടേബിൾ മാറ്റ്, ഈ അടുക്കളയിൽ നമ്മൾ കിണ്ണത്തിൻ്റെ അടിയിൽ വെക്കുന്ന മാറ്റുകളില്ലേ, അത് വെച്ചിട്ട് ചെയ്തു, മെഴുക് വെച്ചിട്ട് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞു, ഈ ഷോപ്പിൽ പോയി നിൽക്കും ഞാൻ, ഈ ആർട്ട് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ, ക്രാഫ്റ്റ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ, മുത്തുകളും ലേസുകളും ഒക്കെ കിട്ടുന്ന ഷോപ്പുണ്ടല്ലോ, അവിടേക്ക് ഇടയ്ക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും. അവിടെ എന്തെങ്കിലും പുതിയ, അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. ഇതൊക്കെ ഞാൻ അങ്ങനെ നോക്കി നിൽക്കും. എനിക്ക് എന്തെങ്കിലും ക്ലിക്ക് ചെയ്താൽ ഞാൻ അവിടുത്തെ ആളോട് ചോദിക്കും, ഇതെന്താ സാധനം, ഇതെങ്ങനെ യൂസ് ചെയ്യാം, ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞു തരും. അപ്പോൾ ഞാൻ ഇതിവിടെ വന്നിട്ട് പരീക്ഷിക്കും. അപ്പം അങ്ങനെ ഈ ക്ലേ മാതിരി ഒരു സാധനം ഉണ്ട്, നമ്മളുടെ എംസീലിൻ്റെ തന്നെ വെള്ള നിറത്തിലുള്ള ഒരു സാധനം, രണ്ട് ട്യൂബ് കൂടി മിക്സ് ചെയ്തിട്ട് ക്ലേ മാതിരി. ഇപ്പം ഒരുപാട് ആൾക്കാർ അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്നാണ് കാണുന്നത്. ഇത്ര പോകുന്ന ബോക്സാണ്. ഒരെണ്ണം മേടിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ 1-2 വർക്കൊക്കെ ചെയ്തപ്പോൾ എനിക്ക് പറ്റുന്നുണ്ട്, എൻ്റെ കയ്യിന് വഴങ്ങുന്നുണ്ട്. അങ്ങനെ ഞാനത് ബൾക്കായിട്ട് കൊണ്ടുവന്ന് ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ. അങ്ങനെ അത് പിന്നെ ഗ്ലാസ് പെയിൻറ്, പിന്നെ ട്യൂബിൽ ഒരു തരം പെയിൻറ് കിട്ടും, അത് 3D ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണത്. അപ്പം അതൊക്കെ ഞാൻ ചെയ്ത് 3-4-5 പടമായപ്പോൾ ഞാനത് ഫ്രെയിം ചെയ്യാൻ ഒരു ദിക്കിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പക്ഷെ അവിടെ പഠിക്കാൻ പോയതും ഇല്ല എന്ന് മാത്രമല്ല, ഞാൻ ഒന്നും കാണാറില്ല ഇതുകൾ. കാരണം എന്താ വെച്ചാൽ എൻ്റെ ക്രിയേറ്റിവിറ്റി മാറിപ്പോകും. അപ്പോൾ ഞാൻ അവരുടെ ഇതിലേക്ക് എത്തും. അതായത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നത് അതിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചെറിയൊരു വാശി അതിലുണ്ടായിരുന്നു, ഒരു ആഗ്രഹം. വാശി എന്ന് പറയേണ്ട ആഗ്രഹം. അപ്പോൾ ഈ ഷോപ്പിൽ ഫ്രെയിം ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ എനിക്ക് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ആളാണ് നിസാർ എന്ന് പറഞ്ഞിട്ട്, ഒരു ഫ്രെയിം ആർട്ട് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് നടക്കാവിലുള്ള ഒരു ഫ്രെയിം ആർട്ടിൻ്റെ ഷോപ്പ്. നന്നായി ഫ്രെയിം ചെയ്ത് തരും. പിന്നെ നന്നായി അപ്രീഷിയേറ്റ് ചെയ്തു. ചേച്ചി ഒരുപാട് ആൾക്കാരോട് ഫ്രെയിം ചെയ്യാൻ കൊണ്ടുവരുന്നുണ്ട്, പലതരത്തിലുള്ള വർക്കുകൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ചേച്ചിയുടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് വർക്കുകൾക്ക്. എന്തായാലും ചെയ്യണം, ഇത് നിർത്തരുത്. 3-4 വർക്കല്ലേ ആയിട്ടുള്ളൂ, ഇനിയും ചെയ്യണം, എക്സിബിഷൻ എന്തായാലും കണ്ടിന്യൂ ചെയ്തോളൂ, യാതൊരു സംശയമില്ല പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് തീരുമാനമായി. 3ാമതൊരാളാണല്ലോ എന്നോട് പറയുന്നത്, നമ്മളുടെ വീട്ടിലുള്ള ആളല്ലാണ്ട് 3ാമതൊരാൾ നമ്മളോട് പറയുകയാണ് ഇത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. അതിന്ന് പിന്നെ ഞാനിങ്ങനെ ഈ പറഞ്ഞ മാതിരി എന്ത് കണ്ടാലും അത് വെച്ച് ചെയ്യാം എന്നുള്ള പിന്നെ എന്ത് കണ്ടാലും എനിക്കിങ്ങനെ തോന്നല, ഇത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ ആദ്യത്തെ എക്സിബിഷൻ ചെയ്യാം എന്നുള്ളൊരു തോന്നലായി. കുറേ വർക്കുകൾ ഞാൻ ചെയ്തു. അന്ന് ജയേട്ടനെ അറിയാലോ, ജയരാജ് വാര്യർ. ജയേട്ടൻ്റെ വൈഫും ഉഷയും ഞാനും വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. കോഴിക്കോട് ഉള്ളപ്പോഴും ജയേട്ടൻ എന്തെങ്കിലും വർക്കുകൾ കോഴിക്കോട് ഉണ്ടെങ്കിൽ അവരവിടെ വരും, അവിടെ എൻ്റെ അടുത്ത് വന്ന് താമസിക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ ഉഷയോട് പറഞ്ഞു, ഉഷയെ ഞാനിങ്ങനെ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഉഷയത് കാണിച്ചു കൊടുക്കണം. ഉഷയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഉഷ അത് കണ്ടപ്പോൾ പറഞ്ഞു, അജയൻ വരട്ടെ, ഞാൻ നമുക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ വന്നപ്പോൾ ഇങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്തു, എല്ലാം കാണിച്ചു കൊടുത്തു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആളൊന്നും മിണ്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്താണോ നമുക്കറിയില്ല. അതിനായിട്ട് ചേട്ടൻ വർക്കിനിറങ്ങാണ്, ഇവിടെ വന്ന് ഡ്രസ്സ് മാറി വർക്കിനിറങ്ങാൻ. ഉഷ അവിടെ ഉണ്ട്. കാറിൽ കയറാൻ നേരത്ത് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇതൊക്കെ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ കേട്ടോ, ഒന്നും സംശയിക്കേണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ നോക്കിക്കൊള്ളാം. എക്സിബിഷൻ്റെ കാര്യമായാലും അതെങ്ങനെ നടത്തണം, എന്ത് നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. വരച്ചാൽ മാത്രം മതി, ധൈര്യമായിട്ട് വരച്ചോളൂ പറഞ്ഞു. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ എക്സിബിഷൻ്റെ കാര്യത്തിൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെയും ബാക്കി എല്ലാവരുടെയും നല്ല സപ്പോർട്ടോട് കൂടിയിട്ട് ആ എക്സിബിഷൻ എത്ര പടങ്ങളുണ്ടായിരുന്നു? 45 പടങ്ങളോളം ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ അക്കാഡമിയിൽ, തൃശ്ശൂർ ലളിതകല അക്കാഡമിയിൽ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് എക്സിബിഷൻ്റെ ഇതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 3 ദിവസത്തെ 5 ദിവസത്തെ 7 ദിവസത്തെയൊക്കെ ആയിട്ട് വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ നാട്ടിൽ തന്നെ വെക്കണമല്ലോ, അതല്ലേ എല്ലാവരും പറഞ്ഞു കോഴിക്കോട് വെക്കാൻ, അവിടെയുള്ള ആൾക്കാർ. നമ്മളല്ല, തൃശ്ശൂർ തന്നെ വെക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടുന്ന് ഈ വരച്ച പടങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. പക്ഷെ എന്നാലും നമ്മുടെ ഓഫീസിലത്തെ ഡ്രൈവർ നമ്മളുടെ അടുത്ത് പറഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട മാഡം, ഞാൻ അതൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് മുഴുവനും തൃശ്ശൂർക്ക് കൊണ്ടുവന്ന് ഇവിടെ ബുക്ക് ചെയ്തു, നേരത്തെ തന്നെ ബുക്ക് ചെയ്ത്. പിന്നെ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളായാലും ജയേട്ടനെല്ലാം കൂടെ നിന്ന്, തീർച്ചയായിട്ടും അവരെല്ലാവരും കൂടെ നിന്ന് അത് വളരെ ഭംഗിയായിട്ട്. സന്ധ്യ എന്ന് പറഞ്ഞിട്ട് IPS സന്ധ്യ മാഡാണ്, അവരെന്നെ കൊണ്ടുവരണം. കാരണം ഒരു സ്ത്രീകളുടെ
ഇത്രയും പ്രീത ചെയ്ത് അപ്പോൾ ഒരു അത്രയും ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു ലേഡി തന്നെ വേണം ഇത് ഉദ്ഘാടനം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് സന്ധ്യ മാഡത്തിനെയാണ് ജയേട്ടൻ വിളിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നത്. പിന്നെ KB ശ്രീദേവി എഴുത്തുകാരി അറിയുന്നുണ്ടോ? ശ്രീദേവിലിമ ഞങ്ങളുടെ ഇവിടെ നെയ്ബറായിരുന്നു. ശ്രീദേവിലിമോട് പറഞ്ഞു വരണം എന്ന്. ശ്രീദേവിലിമ വന്നിരുന്നു. സന്ധ്യ എൻ്റെ ഫ്രണ്ടാണ്, അറിയാലോ, സന്ധ്യ അറിയാലോ. സന്ധ്യ ഇവരെല്ലാവരും നിറഞ്ഞ് നിന്നിരുന്ന ഒരു വളരെ സന്തോഷമായി അന്ന്, വളരെ ഗംഭീരായി. അന്ന് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടിയിട്ട് അത് ഗംഭീരാക്കി. അന്ന് 45 പടങ്ങളിൽ വെച്ചതിൽ ഏകദേശം 35 പടത്തോളം വിറ്റുപോയി അന്ന്. നല്ല അതെ, അന്ന് വിലയൊന്നും അത്ര കാര്യമായിട്ട് ഞാൻ വെച്ചിരുന്നില്ല. നമുക്കറിയില്ല എത്ര ഇതൊന്നും അറിയില്ലായിരുന്നില്ല. എന്നാലും എനിക്ക് അതാണ് അധികം സന്തോഷം. കുറേ ആൾക്കാർ വന്നു, നമ്മളുടെ ബന്ധുക്കളായാലും അറിഞ്ഞു വരണ ആൾക്കാരായാലും. ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കാഡമിയിലുള്ള ആൾക്കാർ തന്നെ പറഞ്ഞു, കുറേ അക്കാഡമിയിലെ ആൾക്കാർ കയറിയതിൽ കുറവാണ്, പക്ഷെ ഇതെന്താണ് അല്ലേ, ഇതിനൊക്കെ വരണ മാതിരി എത്ര ആൾക്കാരാണ്. ഞങ്ങളുടെ ചരിത്രത്തിൽ വളരെ ഇതായിട്ട് നടന്ന ഒരു എക്സിബിഷനാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ഇതാണ്, വലിയ വലിയ ഒരു ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പടങ്ങളല്ല അതിൽ, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ചെറിയ ചെറിയ പടങ്ങളായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അതുകൊണ്ടായിരിക്കാം അന്ന് ഒരുപാട് ആൾക്കാർ വന്നു. എനിക്കും വലിയ സന്തോഷമായി. അങ്ങനെ ഒരു എക്സിബിഷൻ തൃശ്ശൂർ വെച്ചു. ഇനി നമുക്ക് ഈ ചേച്ചി വീട്ടിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഇത് കണ്ടോ, കുതിര. ഇതിന് ഓരോരോ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഭരണികൾ, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ എവിടുന്ന് വാങ്ങിയതാ? അതിങ്ങനെ ഷോപ്പിൽ കാണുമ്പോൾ. പക്ഷെ അതാ വെച്ചിരിക്കുന്ന ഒരു സ്റ്റൈല്. ഇത് ഒരു പ്രത്യേകത തോന്നുന്നുണ്ടല്ലോ. എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഉണ്ടോ? ആ മരം ഇങ്ങനെ വിറകായിട്ട് ഇട്ടിരുന്ന ഒരു മരമാണ്. കത്തിക്കാൻ ഒരു മരം വെട്ടിയതിന്റെ അടിഭാഗം പോലെ തോന്നി. അതെ, അവിടെ കിടക്കണണ്ടപ്പോ അതിനൊരു ഭംഗി തോന്നി, എനിക്ക് ഉപയോഗിക്കാമെന്ന് തോന്നി. അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്. എന്നിട്ട് അങ്ങനെ സെറ്റ് ചെയ്തു. അപ്പൊ അത് വെക്കാൻ പാകാണ്, മറ്റേതിനെ വെക്കാൻ പാകാണ് തോന്നി. ആ കപ്പലിന്റെ. അതെ അതെ, അത് നേരത്തെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യില്. ട്രേ ഈ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് എടുത്തതാണ്. ഈ വാഷ് ബേസിൻ, ഇവിടെ വീട് പണിയണ സമയത്ത് വാഷ് ബേസിൻ വെക്കാൻ വേണ്ടിട്ട് കട്ട് ചെയ്ത് ആ പീസ് പോലും കളയാണ്ട് അവിടെ ഉപയോഗിച്ചു. അതാണ്. അപ്പൊ അതിന്റെ 4 പുറവും ഞാൻ അതിനെ ഒരു ചരടൊക്കെ വെച്ചിട്ട് ഞാൻ ഭംഗിയാക്കി. ഈ ത്രെഡ് വർക്ക് അത് ഞാൻ അന്ന് വെച്ച് ഇതായതാണ്. അതിന്റെ അടിയില് ഒരു 4 മരത്തിന്റെ കഷ്ണം ഉണ്ടായിരുന്നു. അതിനെ കാലാക്കി വെച്ച് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട്. സാധാരണ അതൊക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വെട്ടിപ്പൊളിച്ച് കത്തിക്കുക ചെയ്യല്ലോ. പക്ഷെ ചേച്ചി അതിനെ ഇങ്ങനൊരു, അതായത് ഈ കപ്പൽ വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡ് നല്ല ഭംഗിയാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് കണ്ടില്ലേ, കണ്ടു കഴിഞ്ഞാൽ അതേപോലെ മരം വെട്ടിയതിന്റെ ഒരു പീസ് പോലെ തന്നെ. അതും അത് തന്നെയാണ്, മരത്തിന്റെ ഒരു പീസ് തന്നെ, രണ്ടും കൂടിയിട്ട് ഒരു പീസായിരുന്നു. അത് ശരി. ഇതും അതും ഇതിന്റെ ഇടയിൽ തന്നെ ഇത് കിട്ടണം, എന്റെ ഇടയിൽ തന്നെ കിട്ടിയതാണ്. മരം വെട്ടിയപ്പോ കിട്ടിയ പീസുകളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് എവിടെയോ കിടക്കുന്നുണ്ടായിരുന്നതാണ്. അങ്ങനെ അവിടെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്കത് കളയണ്ടാന്ന് തോന്നി. അത് അവിടെ നിന്ന് എടുത്തിട്ട് പോന്നു. അപ്പോ ഇവിടെ വന്ന് കുറെ കാലം ഇങ്ങനെ കിടന്നു. അപ്പൊ തന്നെ നമുക്ക് ഐഡിയ ഒന്നും കിട്ടില്ല. പിന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോ ഇതിനെ 2 പീസാക്കിയ ഇങ്ങനെ സ്റ്റാൻഡ് ആക്കാൻ തോന്നി. അപ്പോൾ കൂടുതൽ പണിയൊന്നും ചെയ്യണ്ട പറഞ്ഞു, ചെയ്തെന്നാണല്ലോ അടുത്ത് മരം മുറിച്ച്. പിന്നെ എന്തായാലും നല്ല ഭംഗിയുണ്ട്. ആ മരത്തിന്റെ കഷ്ണം കളയാണ്ട് അതിനൊക്കെ മാക്സിമം യൂട്ടിലൈസേഷൻ ആണ്. അത് ഓരോ ഘട്ടത്തിലാണ് ഇത് ഇങ്ങനെയൊക്കെ ആയി വരിക. ഇത് ചേച്ചിയുടെ വർക്കാണത്. ഇത് എങ്ങനെയാ ഇതിന്റെ ഇത് ചെയ്തത്? ഇത് ആക്ച്വലി ഇത് വീട് പണിയണ സമയത്ത് ഇതൊരു ഷോക്കേസ് ആയിരുന്നു. ഷോക്കേസ് അതിലെല്ലാ സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുവെക്കണ അങ്ങനെ ഇതാ. പിന്നെ എനിക്ക് അതിലിങ്ങനെ ആ സാധനങ്ങൾ കൂടുതൽ ഡമ്പായപ്പോ എനിക്ക് തോന്നി വേണ്ട, എന്നിട്ട് അതിനെ പൊളിച്ചു കളഞ്ഞു. പൊളിച്ചങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോ പിന്നെ അതിലെന്തെങ്കിലും വരയ്ക്കാൻ തോന്നി. അങ്ങനെ പെട്ടെന്ന് വരച്ച് തുടങ്ങിയതാണ് അത്. അപ്പോഴത്തേക്കും കൊറോണ വന്നു. അപ്പൊ എനിക്ക് കൂടുതൽ സമയം കിട്ടി. അപ്പൊ അത് നല്ലോണം ഇതിലത്തെ ഈ ഡോട്ട് ഇതൊക്കെ ചെയ്യാൻ കുറെ നേരം പിടിക്കില്ലേ? അത് അങ്ങനെ അതെ അതെ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വർക്കാണ്. അത്രയും കുഞ്ഞു കുഞ്ഞു ഡോട്ട്, അത് ഒരേ വലിപ്പം. നല്ലതായിട്ട് ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഒരേ കിട്ടണ വെച്ചാൽ ഇവിടെ കുറച്ച് ഇവിടെ കൂടുതൽ അത് നമ്മൾ പെയിന്റ് ചെയ്യണ മാതിരി തന്നെ അതിനെ ചെയ്ത് കൊണ്ടുവരണം. കൊറേ താമസം പിടിച്ചിട്ടുണ്ടാവൂല്ലേ ഇത് ചെയ്യാൻ? അത് ഒരു ദിവസം കുറച്ചു നേരം നിൽക്കും അതിന്റെ മുകളില്. ഇതാണ് എന്റെ ആദ്യത്തെ
പടം. ശരി. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബോസ് ചെയ്തത്, മെറ്റൽ എംബോസിംഗ് എന്നാണ് പറയാ. പിന്നെ ഇതൊരു വർക്ക് തന്നെയാണ്. ഇത് ആദ്യത്തെ എക്സിബിഷനിൽ ചെയ്തൊരു വർക്കാണ്. ഇത് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ചെയ്തൊരു വർക്കാണ്. അപ്പൊ ഇതിന്റെ കൂടെ ഈ ഫർണിച്ചറിന്റെ കൂടെ ഭംഗിയുണ്ട് തോന്നിപ്പോ അത് അങ്ങനെ അവിടെ സെറ്റ് ചെയ്തു. ഇതൊക്കെ പഴയ തറവാട്ടിലത്തെ പഴയതെന്ന് പറയാം, പക്ഷെ അതിനെ പുതുക്കിയതാണെന്ന് മാത്രം. ശരി. പഴയ വളരെ കേടുവന്ന് കിടക്കുന്ന സാധനങ്ങളായിരുന്നു. അതിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ശരി വെച്ചിട്ട് രണ്ടാമത് അതിനെ അതൊക്കെ അതൊന്നും ഉണ്ടായിരുന്നില്ല, വെറും മരത്തിന്റെ ഒരു വർക്കായിരുന്നു. ഇതും ഇതിന്റെ കൂടെ വാങ്ങിയത്? അതെ, അതിന്റെ കൂടെ വാങ്ങിയതാണ്. ഈ തൂണ് ചേച്ചി? അതെ അതെ, ഇവിടെ തൂണ്. തൂണ് ഇതാണ് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് ചുമരുമ്മ. അതെ, പിന്നെയാണ് മറ്റേ വലിയ വർക്ക് ചെയ്തത്. പക്ഷെ ഇതിന്റെ ഈ ബുദ്ധനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ബുദ്ധനെ ഒരെണ്ണം വാങ്ങിക്കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ അതിനെ ആദ്യം സ്ഥാപിച്ചിരുന്നു, ഒരു ചെറിയൊരു പലക ഇട്ടിട്ട് അവിടെ വെച്ചിരുന്നു. പിന്നീട് ഓരോ പണികൾ വരുമ്പോ ആ മരം വെച്ചിട്ട് മരത്തിന്റെ റീപ്പറുകൾ വെച്ചിട്ട് ശരി ഉണ്ടാക്കിച്ചതാണ്. ഞാനിവിടെ പറഞ്ഞ് അളവൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവിടെ ഇരുന്ന് വന്ന് ചെയ്ത്. ഈ ഗണപതി ഇതും ഞാൻ തൃപ്പൂണിത്തുറ ഞാനൊരു പഠിച്ചിരുന്നു പറഞ്ഞില്ലേ, സാറിന്റെ അടുത്ത്, അവിടുന്ന് ഞാൻ ചെയ്തൊരു വർക്കാണത്. എന്റേതായിട്ടുള്ള ഒരു ബാലഗണപതിയായിട്ട് ചെയ്തൊരു വർക്കാണത്. പിന്നെ ഇങ്ങനെ ചെടികള്, അതാണ് എന്റെ ചെടികള് സെറ്റ് ചെയ്യാ. അതെ, സെറ്റ് ചെയ്യാ. ഇതൊക്കെ ഒരു 2 വർഷമായിട്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കണ്ട. അതെന്താ, അത് വളരില്ലേ? അത് വളരും, വളർന്നാലും അതിന് അധികം വളരില്ല. പരീക്ഷണങ്ങളാണ് അതൊക്കെ. അത് ശരി. കമ്പിത്തിരി കത്തിക്കുക. അതെ അതെ അതെ, കമ്പിത്തിരി കത്തിക്കണ കുട്ടികള് ഈ വിഷുവിന്. കളറൊക്കെ നല്ല ഭംഗിയാണ്. അപ്പൊ ഇതില് ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ കയ്യിന്മ വെളിച്ചം വരുമ്പോ അതിനൊരു വേറെ ഒരു ഇതുണ്ടാവുമല്ലോ. ഇത് കൃഷ്ണനും രാധയും. രാധയും കൃഷ്ണനും. ഇതെന്താ? അത് മുഴുവനും മുത്താണ്, പഞ്ചസാര മുത്താണ്. നമ്മുടെ മുമ്പ് കുഞ്ഞെ മാല അതെ അതെ അതെ, പഞ്ചസാര മുത്ത് പറയില്ലേ, അത് ഒട്ടിച്ച് വെച്ചിരിക്കും. ഇത് മുഴുവനും ഒട്ടിച്ച്. ഇത് അമ്മയും കുട്ടിയും എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആദ്യത്തെ തൃപ്പൂണിത്തുറ ഇരിക്കുമ്പോൾ വരച്ച വർക്കുകളാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാനൊരു ചെറിയ പേപ്പറിൽ വരച്ച ഒരു വർക്കാണ് അമ്മൂമ്മയുടെ. ഇത് കൊറേ കൊട പിടിച്ചിട്ട് ഇങ്ങനെ മഴയത്ത് നടക്കുന്ന ഒരു വിവേകാനന്ദ. അത് രണ്ടാമത്തെ എക്സിബിഷന് വേണ്ടിയിട്ട് ചെയ്ത വർക്കാണ്. രണ്ടാമത്തെ എക്സിബിഷൻ എവിടെയായിരുന്നു? കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. കോഴിക്കോട്. ആദ്യത്തെ തൃശ്ശൂർ വെച്ചിട്ടുണ്ട്. അത് ഗണപതിയായിരുന്നു. രണ്ടാമത്തെ അങ്ങനെ ഒരു തീം ഒന്നും ഉണ്ടായിരുന്നു. അത് കാപ്പിപ്പൊടിയാണ് കേട്ടോ, ബ്രൂ ആണ്. ആണോ? ഇത് കംപ്ലീറ്റ് വരച്ചതാ? ഡോട്ട് മാത്രമേ ഉള്ളൂ, മാത്രമേ, വേറെ ഒരു വരകളും ഇല്ല. എല്ലാം ഡോട്ടാണ്. നല്ലോണം സമയം എടുക്കും, സമയം കുറച്ചെടുക്കും. ഇത് കൊറേ മുഖങ്ങള്. ഇതാണ് അവിടുന്ന് കിട്ടിയ ആദരം. അത് പാലറ്റ് നൈഫ് വെച്ചിട്ട് ചെയ്തതാ. പാലറ്റ് നൈഫ്, ബ്രഷ് അല്ല അതിൽ യൂസ് ചെയ്തിട്ട്, നൈഫ് വെച്ചിട്ട് ചെയ്തൊരു വർക്കാണ്. ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓസ്ട്രേലിയയിലത്തെ എബോറിജിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രൈബൽ ഒരു ട്രൈബ്സ് ഉണ്ട്. അവര് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണിത്. ഇങ്ങനത്തെ പാറ്റേൺസ് അവർ ഒരുപാട് ചെയ്യും. ഇത് ചെയ്യും, ലീവ്സ് ചെയ്യും. പക്ഷെ അവരൊരു വലിയ ക്യാൻവാസിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ഇങ്ങനെ ഭയങ്കര ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പൊ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അങ്ങനെ അവരെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു പഴയൊരു ആചാരം പോലെ എന്താണ് ഉദ്ദേശിച്ചത്? അത് ഞാനൊരു തീമായിട്ട് കൊണ്ടുവരണം എന്ന് വിചാരിച്ച് കുറച്ചൊരു അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ അത് കംപ്ലീറ്റ് ആയില്ല. ഇത് ആക്ച്വലി ഞാൻ കെട്ടുകല്യാണം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇടയിൽ ഒരു ചടങ്ങുണ്ട്. വിഷ്ണുപാദത്തില് ഇത്രയും കാര്യങ്ങളുണ്ട്. അതില് ഒരുപാട് ഇപ്പൊ ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും. അങ്ങനെ രാവ് പകല് ശംഖ് ചക്രം, അതിനൊക്കെ ഓരോ അർത്ഥങ്ങളും ഓരോ ഇതുകളും ഉണ്ട്. പക്ഷിക്കൂട് ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്ത ഒരു പക്ഷിക്കൂടാണത്. അതിനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ പെയിന്റ് ചെയ്ത് ഇഫക്റ്റ് വരുത്തിയതാണ്. മുട്ട വാക്സ് വെച്ചിട്ട് ചെയ്തതാണ്. ഇത് നമ്മുടെ തൃശ്ശൂർ പൂരം. അതെ അതെ, അത് വെർലി ആർട്ട്. വെർലി പറഞ്ഞ ഗ്രാമത്തിന്റെ ഒരു ആർട്ടാണ്, ട്രൈബൽ ഒരു ആർട്ടാണ്. അതിന് ഞാൻ നമ്മളുടെ നാട്ടിലാവുമ്പോൾ പൂരത്തിൻ്റെതായിട്ട് കാണിച്ചിട്ട് വരാം. അവരവരുടെ ഫെസ്റ്റിവൽസ് ആണ് അതിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാറ്. അപ്പൊ ഈ വക കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടു. ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഞാനിപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വീട്ടമ്മയ്ക്ക്, ഏതൊരു വീട്ടമ്മയ്ക്കാണെങ്കിലും എന്തൊക്കെ ചെയ്യാൻ പറ്റും? ചേച്ചിക്ക് അവർക്കൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന്.
എല്ലാവരുടെ ഉള്ളിലും എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാവും. നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഞാൻ. തിരിച്ചറിയാൻ പറ്റിയില്ല, ഇപ്പോഴേ കുറെ കഴിഞ്ഞിട്ടാണ് തിരിച്ചറിഞ്ഞത്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന ആൾക്കാരായാലും അത് തിരിച്ചറിയാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും നടത്തണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങളെപ്പോലുള്ളവരോട് പറയാവുന്ന ഒരു കാര്യം. ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരാളാണ്, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരുണ്ട്. അപ്പോൾ കുട്ടികളോട് പറയാനുള്ളത്, കുട്ടികൾ ചെറുപ്പത്തിലേ അത് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഒരു പ്രായമായി എന്ന് വിചാരിക്കുന്നവരോട് പറയാനുള്ളത്, പ്രായം ഇതിനൊരു വിഷയമല്ല, നമുക്കിനി ചെയ്യാൻ പറ്റും. പണ്ട് ഞാൻ എന്താ ആഗ്രഹിച്ചിരുന്നു എന്നൊരു റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടി തട്ടിയെടുക്കാൻ പറ്റും. അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മളുടെ ജീവിതം വളരെയധികം സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ, ആരോഗ്യത്തോട് കൂടി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇതുമാതിരിയുള്ള കലകൾ അതിനെ സഹായിക്കും, നമ്മളുടെ വിനോദങ്ങൾ അതിനെ സഹായിക്കുമെന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഞാൻ ഇപ്പോൾ അത്രയും നേരം ഇവിടെയൊക്കെ കണ്ടു ചേച്ചിയുടെ ഒരുപാട് കരകൗശല കാര്യങ്ങൾ തന്നെ. കാരണം ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഓരോ സാധനങ്ങളും അടുക്കിയതും ഒതുക്കിയതും, അതേപോലെ ചേച്ചി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും. വര മാത്രല്ലല്ലോ, ഒരു വീട് എങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നത്, ഓരോരോ സ്ഥലത്ത് എന്തൊക്കെ സാധനങ്ങൾ വെച്ചിരിക്കുന്നു, ഇതെല്ലാം മറ്റുള്ളവർക്ക് നല്ലൊരു മാതൃക തന്നെയാണ്. അപ്പൊ ചേച്ചിക്ക് കിട്ടുന്ന ഓരോ സമയം ചേച്ചി അതിനു വേണ്ടിയിട്ട് ചെലവാക്കുകയാണ്. ഇത്രയും നേരം ഞങ്ങളുടെ ഈ കലാരവത്തിലേക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി, സ്നേഹം, കടപ്പാട്. എനിക്കും അത് തന്നെ തിരിച്ചു പറയാനുള്ളത്. വളരെയധികം സന്തോഷം. ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു അനുഭവം, എന്നെ ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ എനിക്കിങ്ങനെ ഒരു തന്നിട്ട് അതിന് ശശികളോട് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഇതുമാതിരിയിലത്തെ മറഞ്ഞിരിക്കുന്ന കലാകാരന്മാരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരൂ ശശികല. എന്തായാലും സന്തോഷം. താങ്ക് യു.